മുഖ്യമന്ത്രി മൗനം തുടരുമ്പോഴും ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അതൃപ്തി ശക്തമാക്കുന്നു CPI. ADGP ഊഴം വെച്ച് RSS നേതാക്കളെ കണ്ടത് എന്തിന് എന്ന ചോദ്യം ഇന്ന് ചോദിക്കുന്നു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ്. ADGPക്കെതിരെ നടപടി വേണമെന്ന കടുത്ത നിലപാട് നാളത്തെ ഇടതുമുന്നണി യോഗത്തിൽ CPI ഉന്നയിക്കും. 10 ദിവസത്തെ ഇടവേളകളിൽ 2 RSS നേതാക്കളുമായുള്ള ADGP MR അജിത് കുമാറിന്റെ കൂടിക്കാഴ്ച രഹസ്യ അജണ്ടയെന്ന പ്രതിപക്ഷ വിമർശനം ശക്തമാണ്. പാർട്ടിയും മുന്നണിയും ബാധിക്കുന്ന വിഷയമായി ഇതുയർന്നിട്ടും നടപടിയെടുക്കാതെ അജിത് കുമാറിനെ സംരക്ഷിക്കുകയാണ് മുഖ്യമന്ത്രി. അജിത് കുമാർ RSS നേതാക്കളുടെ കൂടിക്കാഴ്ച വിവരങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടവരുടെ കേസുകൾ ഒത്തുതീർപ്പാക്കാനാണ് ADGP RSS നേതാക്കളെ കണ്ടതെന്ന് പ്രതിപക്ഷം പ്രത്യക്ഷമായി കടന്നാക്രമിക്കുന്നു. ADGP അജിത് കുമാറിനെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യം മുന്നണിക്കുള്ളിലും ശക്തമായി ഉയർന്നു വന്നിരുന്നു. എന്നാൽ ഇതിനും മുഖ്യമന്ത്രി ചെവി കൊടുത്തില്ല. ക്രമസമാധാന ചുമതല ADGP ഊഴം വെച്ച് RSSന്റെ മേധാവികളെ പോയി കാണുന്നു. ആ കൂടിക്കാഴ്ചയുടെ പൊരുളെന്താണ് അതറിയാൻ അവകാശമുണ്ട്. ആഭ്യന്തര വകുപ്പ് പ്രത്യേക റിപ്പബ്ലിക്കായി നിലകൊള്ളുന്ന വിമർശനവും ഇടതുമുന്നണിക്കുള്ളിൽ ശക്തമായി ഉയർന്നു വരുന്നുണ്ട്. ഇക്കാര്യത്തിൽ മുന്നണിക്കുള്ള അതൃപ്തി പരിഗണിച്ച് പരിഹാരമുണ്ടാക്കണമെന്ന ആവശ്യം CPMനുള്ളിൽ തന്നെയുണ്ട്. ഉയർന്നു വരുന്ന വിമർശനങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നോ നാളെയോ മറുപടി പറഞ്ഞേക്കും. 24 തിരുവനന്തപുരം. കൂടിക്കാഴ്ച വിവാദത്തിൽ സർക്കാരിനെയും CPIയും പ്രതിരോധത്തിലാക്കുന്നു. സ്പീക്കർ AN ഷംസീറിന്റെ RSS അനുകൂല പരാമർശം പ്രതിപക്ഷത്തിന് ആയുധമാവുകയാണ്. RSS പ്രീണനത്തിന്റെ തെളിവാണ് പരാമർശമെന്ന് KPC അധ്യക്ഷൻ K സുധാകരൻ ആരോപിച്ചു. സ്പീക്കറെ തള്ളി CPIയും രംഗത്ത് വന്നു. ഇതോടെ CPIM RSS അന്തർധാര എന്ന പ്രചരണം ശക്തമാക്കുകയാണ് പ്രതിപക്ഷം. ADGP MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്നാണ് പ്രതിപക്ഷം നിരന്തരം ആരോപിക്കുന്നത്. ദത്താത്രേയ ഹൊസബാളെ, റാം മാധവ് എന്നീ RSS നേതാക്കളെ അജിത് കുമാർ കണ്ടത് പിണറായി വിജയന് വേണ്ടിയെന്നാണ് വാദം. MR അജിത് കുമാറിനെതിരെ നടപടി വൈകുന്നതും പ്രതിപക്ഷം ചോദ്യം ചെയ്യുന്നു. ഇതിനിടെയാണ് സ്പീക്കർ AN ഷംസീർ കൂടിക്കാഴ്ചയെ പിന്തുണച്ച പരാമർശം നടത്തിയത്. AN ഷംസീറിൻ്റേത് RSSനുള്ള മംഗളപത്രമെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. LDFൽ ഇനിയും തുടരണോ എന്ന് CPI ആലോചിക്കണമെന്നും K മുരളീധരൻ. RSSന് മംഗളപത്രം കൊടുക്കുന്നൊരവസ്ഥയിലേക്ക് സ്പീക്കർ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് പിണറായി വിജയനും BJPയുമായിട്ടുള്ള അന്തർധാരയുടെ ഒരു ഭാഗം തന്നെയാണ്. മുന്നണിയുടെ LDFന് വേണോ എന്ന് പോലും CPI ആലോചിക്കേണ്ട സമയമായി. സ്പീക്കറുടെ പരാമർശത്തിൽ CPIക്കും കടുത്ത അതൃപ്തിയാണുള്ളത്. AN ഷംസീറിനെ പോലെയുള്ളയാൾ ഒഴിവാക്കേണ്ട പ്രസ്താവനയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഗാന്ധിമതത്തിൽ വിരോധിക്കപ്പെട്ട സംഘടന പ്രധാനപ്പെട്ടതെന്ന് പറയുമ്പോഴത്തേക്കും ആ പ്രാധാന്യം എന്ത് പ്രാധാന്യമാണ് എന്ന ചോദ്യമുണ്ടാകും. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഷംസീറിനെ പോലെയുള്ള ഒരാൾ ആ പ്രസ്താവന ഒഴിവാക്കേണ്ടതായിരുന്നു. ആ പ്രസ്താവന ഒരുപാട് ദുർവ്യാഖ്യാനങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. തൃശൂർ പൂര വിവാദവും ADGP RSS കൂടിക്കാഴ്ചയും പരമാവധി സർക്കാരിനെതിരായ വികാരമാക്കി മാറ്റാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. 24 തിരുവനന്തപുരം. സ്പീക്കറുടെ പരാമർശം ക്രിയാത്മകമായ കാര്യം എന്ന് പറയുകയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. എന്താണ് മാഷ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ വരും മണിക്കൂറുകളിൽ വ്യക്തമാവട്ടെ. ADGP MR അജിത് കുമാറിനെ മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് PV അൻവർ MLA നാളെ വീണ്ടും മുഖ്യമന്ത്രിയെ കാണും. MR അജിത് കുമാറിനെ മാറ്റാതെ തന്നെ അന്വേഷണം നടക്കട്ടെ എന്ന മുഖ്യമന്ത്രിയുടെ നിലപാടാണ് ഭരണപക്ഷ MLA ചോദ്യം ചെയ്യുന്നത്. SP സുജിത് ദാസിനും MR അജിത് കുമാറിനുമെതിരെ മരം മുറിക്കൽ, സ്വർണ്ണക്കടത്ത് ആരോപണങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ടാണ് PV അൻവർ ആദ്യം മുഖ്യമന്ത്രിയെ സമീപിച്ചത്. എന്നാൽ അതിനുശേഷം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെയുള്ള ആരോപണങ്ങളിൽ നിന്ന് പൂർണ്ണമായും MLA വിട്ടുനിന്നു. ADGPക്കെതിരെയുള്ള ആരോപണങ്ങൾ ഓരോ ദിവസവും കടുപ്പിക്കുകയും ചെയ്തു. അജിത് കുമാറിനെ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്നും അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ ഇന്റലിജൻസ് നിരീക്ഷിക്കണമെന്നും PV അൻവർ ആവശ്യപ്പെടുന്നു. ഇത് രേഖാമൂലം എഴുതി നൽകാനാണ് നാളെ മുഖ്യമന്ത്രിയെ കാണുന്നത്. SP സുജിത് ദാസിനെ ഫോൺ വിളിയുടെ പേരിൽ സസ്പെൻഡ് ചെയ്തെങ്കിലും ADGPയുടെ സ്ഥാനത്തിന് ഇതുവരെയും ഇളക്കം പറ്റിയില്ല. മാത്രമല്ല, കീഴുദ്യോഗസ്ഥരാണ് ആരോപണങ്ങൾ അന്വേഷിക്കുന്നതും. മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണ ശരങ്ങളുടെ മൂർച്ച അൻവർ കൂട്ടുകയാണ്. അതിന് പിന്തുണയും ലഭിക്കുന്നു. ഒരു ഭരണപക്ഷ MLA തന്നെ നടത്തുന്ന ഈ നീക്കങ്ങൾ കേരള രാഷ്ട്രീയത്തിലെ പുതിയ ചലനമാണ്. 24 മലപ്പുറം.